ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിൻസി ജിനോ. നമ്മളിന്ന് കുറേ അധികം പ്ലാന്റുകളുടെ ഒരു വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേത് പ്ലാന്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗോൾഡൻ ഗാർഡേനിയ എന്ന് പറയുന്ന പ്ലാന്റ്. ഇതിന് സൺഡേ മൺഡേ എന്നും പേരുണ്ട്. ഈ പ്ലാന്റ് നല്ല യെല്ലോ കളറിലാണ് ഈ പ്ലാന്റ് കാണപ്പെടുന്നത്. ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞു കഴിയുമ്പോൾ നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇതിൽ യെല്ലോയും അതുപോലെ തന്നെ ഒരു വൈറ്റും കൂടി കലർന്ന ഫ്ലവേഴ്സാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഇതിന് വരുന്നത് 200 റുപ്പീസാണ്. വലിയ പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് റൊസിഡോ പ്ലാന്റ് ആണ്. റൊസിഡോയുടെ റെഡ് കളറാണ്. ഇതിന് വരുന്നത് 120 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ്. നല്ല മെച്ചോർഡായിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ മെഡിനില്ല പ്ലാന്റ് ആണ്. മെഡിനില്ല ഇതുപോലെ ബുഷിയായിട്ട് നിർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല മുന്തിരിക്കൊല തൂങ്ങിക്കിടക്കുന്ന പോലെയുള്ള പൂക്കളാണ് ഈ മെഡിനില്ല പ്ലാന്റിലുള്ളത്. ഇതിനും 120 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിന് പ്ലാന്റ് സൈസാണ് നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ്. അസേലിയയുടെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 5 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഓറഞ്ച് കളറും റെഡും വൈറ്റും പിങ്കും അതുപോലെ ഡബിൾ കളേഴ്സും ഒക്കെ നമുക്ക് ഈ വലിയ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. ചെറിയ പ്ലാന്റ് നമുക്ക് ഫ്ലവർ ആയി തുടങ്ങുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറഞ്ഞത്. അടുത്തതായിട്ട് നമ്മുടെ ബിഗോണിയാണ്. ബിഗോണിയ മാക്യുലേറ്റ എന്ന് പറയുന്ന പ്ലാന്റ്. നല്ല ഗ്രീനിൽ വൈറ്റ് കളർ ഡോട്ടുകൾ വരുന്ന ലീഫുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിനും നമുക്ക് 100 റുപ്പീസാണ് വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ എസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ വെരിഗേറ്റഡ് ലീഫോട് കൂടിയ പ്ലാന്റ്. എസ്റ്റർഡേ ടുഡേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 3 സൈസിലുള്ള ഫ്ലവറാണ് ഈ പ്ലാന്റിൽ ഉണ്ടാവുന്നത്. അപ്പം ഇതിൻ്റെ ലീഫിനും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതായത് വൈറ്റും ഗ്രീനും കലർന്ന ലീഫുകളാണ് ഈ പ്ലാന്റിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കാഡിനൽ ക്രീപ്പർ അഥവാ ഐപ്പോമിയ എന്ന് പറയുന്ന നല്ല മജന്ത കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ്. നല്ലൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. നമുക്ക് പിടിച്ചു കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് പിന്നീട് ഒരിക്കലും നശിച്ചു പോകില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ മതിലിലും അതുപോലെ തന്നെ നമ്മുടെ ഗേറ്റിൻ്റെ ഒക്കെ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ആർച്ച് പോലെയൊക്കെ നമുക്ക് കയറ്റിവിടാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ കാഡിനൽ ക്രീപ്പർ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ്. നല്ല വലിയ പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് അതുകൊണ്ട് 500 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ വെരിഗേറ്റഡ് ലീഫോട് കൂടിയ നമ്മുടെ അടിപൊളിയായിട്ട് നമുക്ക് നല്ല വയലറ്റ് കളർ തരുന്ന നമ്മുടെ മെലസ്റ്റോമ. നല്ല ഭംഗിയാണ് ഈ മെലസ്റ്റോമയുടെ ലീഫും കാണാനായിട്ട്. ഇതും നല്ല വെരിഗേറ്റഡ് ലീഫാണ്. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപ മുതൽ നമുക്ക് പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. 250 രൂപയ്ക്ക് നമുക്ക് ഫ്ലവറോട് കൂടിയ പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് 120 രൂപയ്ക്കും അതുപോലെ അതിന് മേലോട്ടുമാണ് ഈ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുപോലെ പച്ചയും വെള്ളയും കലർന്ന ലീഫും അതിൽ നല്ല വയലറ്റ് പൂക്കളും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതാണ് തുജ എന്ന് പറയുന്ന പ്ലാന്റ്. നമുക്ക് നമ്മുടെ ഗാർഡന്റെ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി പ്ലാന്റ് ആണിത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് നിങ്ങൾ വേഗം തന്നെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.